ഗോൾഡിന് 1,00,000 അടുത്തോണ്ടിരിക്കുക റേറ്റ്. അപ്പം നമുക്ക് ഒരു കാരണവശാലും ഗോൾഡ് ഇട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അത് പലരും ചോദിക്കാറില്ലേ സ്റ്റോൺ എവിടെന്നാ മേടിക്കണേ. ചില വീഡിയോയില് 1-2 മകൾ എനിക്ക് ഗിഫ്റ്റ് തന്ന പുതിയതും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം. കുറെ നേരം എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ചാച്ചൻ. കാരണം നമ്മുടെ ജീവന് വരെ ഭീഷണി ആയിക്കൊണ്ടിരിക്കുവാന്ന് അറിയാലോ. എന്തിയെ താലിന്ന് ചോദിച്ചു. താലിമാല എവിടെയെന്ന് ചോദിച്ചു. താലി മാറ്റി വെച്ചാൽ കൊള്ളാവോ മോളേന്ന് ചോദിച്ചു. 15 വർഷത്തിന് മേലായിട്ടുണ്ട് കേട്ടോ. പേള് നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ അത് വെയിറ്റ് ഉണ്ടാവണമെന്ന്. ഇത് മിനിമം ഒരു 20 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഇത് കൊണ്ടുവന്നിട്ട്. അടുത്തത് മകൾ എനിക്ക് ഗിഫ്റ്റ് തന്ന 2 മാല. അന്വേഷിപ്പിൻ കണ്ടെത്തുന്നല്ലേ. പേടിക്കാതെ നമുക്ക് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ ധരിക്കുക. 100 പേരുണ്ടെങ്കിൽ 100 അഭിപ്രായം ഉണ്ടാവും. റെന്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ 1000 സംതിങ് ആയി റെന്റ് ഒരു വർഷത്തേക്ക്. ഇന്ന് വന്നേക്കണതേ ഒരു കുക്കിംഗ് വീഡിയോ അല്ല. ഞങ്ങൾ ഊണുമുറിയിൽ ഇരിക്കുക, ചായ കൂടിയൊക്കെ കഴിഞ്ഞ് മണി 5 ആവണം അല്ലേ. അപ്പോൾ വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ കാലഘട്ടത്തിൽ നമുക്ക് ഗോൾഡിന് 1,00,000 അടുത്തോണ്ടിരിക്കുക റേറ്റ്. അപ്പം നമുക്ക് ഒരു കാരണവശാലും ഗോൾഡ് ഇട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക എന്ന് എല്ലാ വ്യക്തികൾക്കും അറിയാം. അപ്പം ചെറുതായിട്ട് എന്തെങ്കിലും ഒരു താലിച്ചെയിനൊക്കെ അല്ല, അതില്ലാതെ നമുക്ക് പറ്റൂല്ലോ. താലിച്ചെയിൻ ഇടണമല്ലോ നമുക്ക് എന്തായാലും. ഞാനിപ്പോൾ സാധാരണ നിങ്ങൾ കാണുമ്പോൾ എപ്പോഴും ഇടണത് ഇതല്ലേ, സ്ഥിരം ഇതാണെങ്കിൽ ചുമ്മാ മുത്തുമാലയാ. വെറും വില കുറഞ്ഞ മുത്തുമാല, സ്റ്റോണൊന്നും അല്ല, മുത്തുമാല. അത് ഞങ്ങളുടെ ജംഗ്ഷനിൽ പോയപ്പോൾ കണ്ട് മേടിച്ചത്. അതൊരു 5-8 മാസമായി ഇത് മേടിച്ചിട്ട്. അതിന് മുമ്പ് ഞാൻ കുഞ്ഞ് ചെയിനാ കഴുത്തേൽ താലി ഇട്ടിട്ടോണ്ടിരുന്നത്. ആ ചെയിൻ ഞാൻ ഊരി വെച്ചു. കാരണം കുഞ്ഞു ഗ്രാമേ ഉള്ളത്. പക്ഷെ അത് നമുക്ക് ഇപ്പൊ പറഞ്ഞില്ലേ, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ അതിന്റെ അവസ്ഥ എന്നാന്നുള്ളത്. അത് കാരണം പിന്നെ ഒരു കയ്യാൽ വാച്ച് കെട്ടിയാട്ടോ നടക്കണേ പുറത്തേക്ക് പോകുമ്പോ. അപ്പൊ ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ട് എനിക്ക് ഉണ്ടായിരുന്ന കുറച്ച് വർഷങ്ങൾ മുമ്പ് ഉണ്ടായിരുന്ന കുറച്ച് സ്റ്റോണിന്റെ മാലകളൊക്കെ ഉണ്ട്. അത് പലരും ചോദിക്കാറില്ലേ സ്റ്റോൺ എവിടെന്നാ മേടിക്കണേ. ചില വീഡിയോയില് ചുമ്മാ ഈ പേളിന്റെ മാലയൊക്കെ ഇട്ടുകൊണ്ട് എന്തെങ്കിലും അടുക്കളയിൽ ജോലി ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് എവിടെന്നാ വാങ്ങിച്ച് എങ്ങനെയാന്നൊക്കെ ഉള്ളത്. അപ്പം പഴയതും ഉണ്ട്, 1-2 മകൾ എനിക്ക് ഗിഫ്റ്റ് തന്ന പുതിയതും ഉണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം. പഴയതാണ് കേട്ടോ, ചിലതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, കാണാത്തതും ഇതിലുണ്ട്, അതും പറഞ്ഞേക്കാം. അപ്പം ഇതൊക്കെ ആകുമ്പോൾ വീട്ടിൽ വെക്കാൻ പിന്നെ പേടിക്കണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പം എല്ലാവരും, ഞാനിപ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞ എല്ലാവരും പുറത്തു പോകുമ്പോൾ മാക്സിമം ഗോൾഡൊക്കെ കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അതുപോലത്തെ ഒരു കാലഘട്ടത്തേക്കിടെ ഇപ്പം നമ്മളെല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ജീവന് വരെ ഭീഷണി ആയിക്കൊണ്ടിരിക്കുവാന്ന് അറിയാലോ. ഞാൻ പറയേണ്ട ആവശ്യം അതിനില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഒന്നും തോന്നരുത്, എൻ്റെ സ്വതസിദ്ധമായ സംസാരം ഞാനങ്ങ് പറയണതാണ്. കാരണം എല്ലാവർക്കും അറിയാമെന്ന് പറയുമ്പോൾ ചിലർക്കതൊരു ബോറിംഗ് ആയിട്ട് തോന്നാം. കാരണം ഞാൻ ആൾക്കാർക്ക് അറിവ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയണത്. നിങ്ങൾക്കൊക്കെ അറിവുള്ളതാണ്. അപ്പം ഇനിവേ ആ സംസാരം നിർത്തിവെച്ച് നമുക്ക് നമ്മുടെ കളക്ഷൻ ഒന്ന് കാണിക്കാം. ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. അതായത് 10-30 വർഷത്തോളമൊക്കെ പഴക്കമുള്ളതാണ് ഇതിൽ പലതും. ചിലത് 10-20 വർഷം പഴക്കമുള്ളതുകൊണ്ട്. അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇതിൽ 1-2 നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം. ഞാൻ നേറ്റിക്കൊക്കെ ചിലപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ എടുത്തിടാറുണ്ട്. ഈ മാലയൊന്ന് മാറ്റിയിടാന്നോർത്ത്, മറ്റേ സ്വർണ്ണമാലയൊക്കെ ഇവിടെ ഇല്ലാതിരിക്കുന്നത് കാരണം മാറ്റിയിടാന്നോർത്ത് വേറെ മാലകൾ എടുത്തിട്ടിട്ടുണ്ട്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ പോയപ്പോൾ ഒരു മുത്തിൻ്റെ മാല ഇട്ടായിരുന്നതാണ് ഒരു മാസം മുമ്പ്. അപ്പം എൻ്റെ വീട്ടിൽ പോയപ്പോൾ, അപ്പം എൻ്റെ വീട്ടിൽ ചെന്ന് കയറി ഞാൻ പറയാറില്ല, എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഒരു പറമ്പിൽ തന്നെ 2 വീടായതുകൊണ്ട് എൻ്റെ വീട്ടിലും ചിലവഴിക്കും, കൊച്ചപ്പൻ്റെ വീട്ടിലും ചിലവഴിക്കും, ഇളയ കൊച്ചപ്പൻ. അപ്പം അവിടെ വീട്ടിൽ ചെന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കൊച്ചപ്പൻ്റെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ നേരം എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ചാച്ചൻ. 80+ ആണ്, നല്ല മെമ്മറിയുണ്ട്, യാതൊരു വിഷയവും ഇല്ല കേട്ടോ. കാലിനിങ്ങനെ നടക്കാനൊക്കെ പ്രായത്തിൻ്റെതായ ഒരു വിഷയങ്ങളുണ്ടെന്നേ ഉള്ളൂ. കിളയ്ക്കവും പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ ഈ കാലിനൊക്കെ വേദനയുള്ളതുകൊണ്ട് അങ്ങനെയുള്ള പണിക്കൊന്നും ഇറങ്ങണില്ല കേട്ടോ. സ്വന്തം അപ്പം മുറ്റത്തോടെയൊക്കെ നടക്കും, അത്രയുള്ളൂ. അപ്പോൾ എന്നോട് കുറച്ച് നേരം ഇങ്ങനെ നോക്കി ചോദിച്ചു, ഇതിലേക്ക് അങ്ങ് പിടിച്ചു. ഇതല്ലായിരുന്നോ വേറൊരു മാല ഇട്ടിരുന്നത്? എന്തിയെ താലിന്ന് ചോദിച്ചു. താലിമാല എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പ്രതീക്ഷിച്ചില്ല അത്. അപ്പം ഞാൻ പറഞ്ഞു, ചാച്ച അതൊക്കെ ഇപ്പം മാറ്റി വെച്ചേക്കുക. അപ്പം ഇതൊന്നും ഇടാൻ മേലാത്ത അവസ്ഥയാണെങ്കിൽ താലി മാറ്റി വെച്ചാൽ കൊള്ളാവോ മോളേന്ന് ചോദിച്ചു. ചാച്ച അതല്ല, അതിലേക്ക് ഇത് കടർത്തി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഊരാനും മാറ്റാനും ഒക്കെ ബുദ്ധിമുട്ട്. അപ്പം അത് ഇട്ടേക്കണ താലി ഇട്ടേക്കണ ചെയിൻ, ആ മാല ഇരിപ്പുണ്ട്, പക്ഷെ അത് കുഞ്ഞിതാ ചാച്ച, കാണാൻ മാത്രം പകിട്ടില്ല. അത് കാരണം അത് ഇട്ടില്ല. അതിന് പകരം മുത്തിൻ്റെ മാലകൾ ഇട്ടുകൊണ്ട് നടക്കുവാന്ന് പറഞ്ഞപ്പോൾ കാര്യമൊക്കെ നല്ലതാ, എന്നാലും ഒരു ചാച്ചനൊരു ദഹിക്കാനായിട്ടൊരു വിഷമാണ് ഇങ്ങനെ ചെയ്തത്. അപ്പം അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറയാം. പഴയ ആൾക്കാർക്ക് ഒരിക്കലും ദഹിക്കൂല. നമ്മൾ താലിച്ചേൻ ഇട്ടില്ലെങ്കിൽ അവരെ സംബന്ധിച്ച്
അത് ശരിയാണത്, കമ്പൽസറി ആണ്. പക്ഷേ ഇങ്ങനത്തെയുള്ള സാഹചര്യം ആയതുകൊണ്ട് അതുപോലും ഇടാൻ നിവൃത്തിയില്ല. കാരണം പകൽ സമയം മിക്കവാറും ഒക്കെ ഹസ്ബൻഡ് പുറത്തൊക്കെ അതിനും ഇതിനുമൊക്കെ പോകണതുകൊണ്ട് ഞാനായിരിക്കും ഇവിടെ ഉണ്ടാവണം. അപ്പം നമ്മൾ എന്തിനെങ്കിലുമൊക്കെ ഓരോരുത്തർ വരുമോ വിളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാലയൊന്നും ഇട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങണത് സേഫ് അല്ല, അത് ഒട്ടും സേഫ് അല്ല. അത് പിന്നെ മുത്തിന്റെ ഈ മാലയാണ് സ്ഥിരം ഇടണത്. ഇപ്പം നിങ്ങൾ കാണാറുണ്ട് വീഡിയോയിലൊക്കെ. അപ്പം നമുക്ക് നമ്മുടെ കയ്യിലുള്ള മറ്റ് മുത്തിന്റെ മാലകളുടെ ഒക്കെ കളക്ഷൻ ഒന്ന് കാണിക്കാം. അപ്പൊ ഓരോന്നായിട്ട് കാണിക്കാം അല്ലേ? എന്നാ പോരെ, സൂം ചെയ്തോ. നമുക്ക് വിശദമായിട്ട് കാണാം. ആദ്യം ഏതാ അമ്മ പറയാൻ പോണേ? പറയാം. ഇത് ഒരു 15 വർഷത്തിന് മേലായിട്ടുണ്ട് കേട്ടോ. 15-18 വർഷത്തിന് മേലായിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ, നിങ്ങളെപ്പോഴും ഞാൻ പറഞ്ഞ നിങ്ങൾക്കറിയാം ജെസ്സി ആൻറ്റിന്ന്, ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ഹൈദരാബാദിൽ അളിയനും ചേച്ചിയായിട്ട് അവിടെ അളിയൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഹൈദരാബാദിൽ താമസിച്ചപ്പോൾ ഞങ്ങളുടെ എല്ലാവർക്കും അവിടുന്ന് പോരണതിന് മുമ്പ് പറഞ്ഞു, പേളുകൾ മുത്തുകൾ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറഞ്ഞേരെ, ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പം അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് തന്ന റൈസ് പേളായത് അന്നളിയൻ വാങ്ങിച്ചുകൊണ്ട് വന്ന. അപ്പം ഞാനിങ്ങനെ എനിക്ക് 2-3 പേളുകൾ വേണമെന്ന് പറഞ്ഞു. അതിലൊന്നാണിത് കേട്ടോ. ഇത് ഒന്ന്. അത് എത്ര വർഷം പഴക്കമുണ്ട് അതിന്? 18 വർഷങ്ങളായിട്ടുണ്ട്. ഇപ്പോഴും നല്ല ഭംഗിയോടെ ഇരിപ്പുണ്ട്. ആ പേൾ മുത്തിന് ഒരു കംപ്ലൈന്റുകളും വന്നിട്ടില്ല. ഇത് അളിയനിപ്പോൾ മരിച്ചു പോയി കേട്ടോ. മരിച്ചിട്ട് 10-12 വർഷമായി, 11-12 വർഷമായിട്ടുണ്ട്. അപ്പം അന്ന് അവർ പോരണതിന് മുമ്പ് വാങ്ങിച്ചുകൊണ്ട് വന്ന കസിൻസിന് എല്ലാവർക്കും പറഞ്ഞ എല്ലാവർക്കും അതേ രീതിയിലുള്ളതൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നു. അപ്പം അതാണ് ഇത് ഒന്ന്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ നിങ്ങളെപ്പോഴും കാണുമ്പോൾ ആ കമ്മലൊന്നും ഇടാറില്ല. അതേ പേളിൻ്റെ അതിൻ്റെ കൂടെ തന്ന മുത്തുകൾ കാണിച്ചു തരാം കേട്ടോ. അത് റൗണ്ട് പേളിൻ്റെ കൂടെ അല്ലേ? ഇതിൻ്റെ കൂടെ ഞാനിടുന്നത് സാധാരണ പുറത്തു പോകുമ്പോഴാണ് എൻ്റെ ഒരു പേളിൻ്റെ കുഞ്ഞ് കമ്മല. അതെ കാണിക്കാം, അങ്ങോട്ട് വെക്കാം, ഇങ്ങോട്ട് കാണിക്കാം. അതെ സൂം ചെയ്യും, കാണാൻ പറ്റുമോ? കാണാം. അപ്പം ഈ കമ്മലാണ് ഞാൻ സാധാരണ ആ പേളുമാല ഇട്ടുകൊണ്ട് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകുമ്പോൾ ഇടുന്നത്. ഇതിൻ്റെ കമ്മലായിരിക്കും. സാധാരണ വീട്ടിലൊക്കെ എടുത്തിടുമ്പോൾ ഈ കമ്മലൊന്നും ആയിരിക്കില്ല, വേറെ ഏതെങ്കിലും ഒരു കമ്മലായിരിക്കും കേട്ടോ കിടക്കണേ. പുറത്ത് പോകുമ്പോൾ മിക്കവാറും ഞാൻ അതിന് ചേരണ കമ്മലിടാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒന്ന് അപൂർവ അവസരങ്ങളിൽ ചിലപ്പോൾ ഇടാതെയും പോകാറുണ്ട് കേട്ടോ. അതും പറഞ്ഞേക്കാലോ, പെട്ടെന്നൊക്കെ പോകുന്ന സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ ഏത് കമ്മലാന്ന് നോക്കൂല. മാലയും മുത്തിൻ്റെ ഈ മാല ഇട്ടുകൊണ്ട് പോകണ ഒരു ശരിയല്ലോ പുറത്ത് പോകുമ്പോൾ. അപ്പം ഈ മാലയാണ് മിക്കവാറും പുറത്ത് പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോണത്. പിന്നെ വേറെ ഇടുന്നതും ഉണ്ടതും പറയാം. ഇപ്പം ഒന്നത്. പിന്നെ പോരുന്നതിന് മുമ്പ് വേറൊരു മാല അവിടെ നിന്ന് വാങ്ങിപ്പിച്ചായിരുന്നു, പറഞ്ഞു വാങ്ങിപ്പിച്ച വളയുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. അത് പെട്ടിയൊക്കെ മോശമായി, ഇത്രയും നാളായതല്ലേ. ഇതും ഈ ഒപ്പം വാങ്ങിച്ച കേട്ടോ, 10-18 വർഷമായതാ. റൗണ്ട് വേള. അതിൻ്റെ ഒപ്പം വളയുണ്ട്. വള പക്ഷേ മകക്കേ പാകാവുള്ളൂ. അവൾ ഇടാറുണ്ടോയെന്ന് ഞാൻ നോക്കാറില്ല. 2 വളയും 1 മാലയും 2 കമ്മലും ഒരു സെറ്റായിട്ട് വാങ്ങിച്ചോണ്ട്. റൗണ്ട് ബോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മതിപ്പ. ഇപ്പോഴും ഇത്രയും വർഷങ്ങളായിട്ടും മനോഹരായിട്ട് തന്നെ അതിരിപ്പുണ്ട്. അതായത് അതിപ്പോഴും നല്ല സ്റ്റോൺ തന്നെയാണ്. അത് ചാച്ചൻ അത് നോക്കി എന്ത് എടുക്കാൻ അറിയാം. അതായത് ചാച്ചൻ എപ്പോഴും പറയുമായിരുന്നു, മരിച്ചുപോയി അളിയും മരിച്ചുപോയി, പേള് നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് അത് വെയിറ്റ് ഉണ്ടാവണമെന്ന്, 2 തണുപ്പ് ഫീൽ ചെയ്യുന്നു കയ്യിൽ വെക്കുമ്പോൾ. എപ്പോഴും ഇവിടെ പറയുമായിരുന്നില്ലോ, അങ്ങനെയാണ് നമ്മളത് നല്ല പേള് മനസ്സിലാക്കി എടുക്കണേന്ന്. അപ്പം അതിൻ്റെ ഒപ്പം 2 വളയും ഈ കമ്മലും ഉണ്ട്. അത് കൂടാതെ ഇതിൻ്റെ ഒപ്പം തന്നെ റൗണ്ട് പേളിന് മറ്റിയ കമ്മൽ കെട്ടിക്കാനായിട്ടുള്ള 2 റൗണ്ടിൻ്റെ തന്നെ പേള് മുത്തും ഒരു മോതിരത്തിനുള്ള ഒരു പേള് മുത്തും കൊണ്ടുവന്ന് തന്നായിരുന്നു. അത് നിങ്ങളെ ഞാൻ കാണിക്കാം. ഇതിങ്ങനെ ഒരു സെറ്റായിട്ട് തന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒപ്പം ഉള്ള ഇത് ഞാൻ കാണിക്കാം. പടം എടുത്തോ അതിന്റെ? ഇതിന് എത്ര രൂപയായി? അന്ന് ഈ മാലയ്ക്ക് ഇതിന് ഒരു സെറ്റിനായിട്ട് 1000 റുപ്പീസ്. അത് നല്ല എക്സ്പെൻസീവ് അന്നത്തെ കാലത്ത്. കൊറേ വർഷങ്ങൾ മുന്നേ അല്ലേ? 18 വർഷമായിരുന്നേ. ഉദ്ദേശം ഞാൻ 18 എന്ന് പറഞ്ഞതാ. 18 നല്ല വിലയാ. റിട്ടയർ ചെയ്ത് കഴിഞ്ഞ അളിയൻ വന്ന് 3-4 കൊല്ലം കഴിഞ്ഞപ്പോഴല്ലേ മേലാതെയൊക്കെ വന്ന്, 4-5 കൊല്ലം കഴിഞ്ഞ മേലാതെ വന്നു. ഈ റൗണ്ട് ബോൾ ഇട്ട അമ്മ പല സാരികളുടെ കൂടെയും ഇടാറുണ്ട്, പെയർ ചെയ്യാറുണ്ട്. നല്ല സിമ്പിൾ ആണ്, പക്ഷെ നല്ല എലഗന്റ് ലുക്കിംഗ്. അന്നേരം ഞാൻ ഈ കമ്മല ഇടുന്നത് മിക്കവാറും അതിന്റെ കൂടെ. ഇതങ്ങനെ ഇടാറില്ല. ഞാൻ വേറൊരു സംഗതി കാണിച്ചു തരാം. ഇതടക്കട്ടെ എന്നാ. അതിന്റെ ഒപ്പം ഞങ്ങൾക്ക് തന്ന ഇതാണ്. ഇപ്പോഴും ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, കല്ലൊന്നും കെട്ടിച്ചില്ലതേ. 2 കമ്മലിനുള്ളത്, 1 മോതിരത്തിനുള്ളത്. അന്ന് ജെസ്സി ആന്റി പറഞ്ഞ ഞാൻ ഓർക്കണ്ട്, ഇലയുടെ ഷേപ്പില്
കെട്ടിക്കണം ആ, ഉവ്വ് 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 ഉവ്വ്. ഒരു മുത്തായിട്ട് ആ, ഉവ്വ് അറ്റത്ത് മനസ്സിലായി. ഒരു മുത്ത് എന്നിട്ട് ഇലയുടെ ഷേപ്പിൽ കെട്ടിക്കണം എന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മള് പക്ഷെ ഇപ്പോഴും അത് സൂക്ഷിച്ചു വെച്ചിട്ടേ കെട്ടിച്ചിട്ടില്ല. അതിപ്പോ വേറെ കമ്മലുകളൊക്കെ ഇങ്ങനെ ഇതിനിടാനുള്ളത് കൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് കേട്ടോ. നല്ല മുത്തായതുകൊണ്ടായിരിക്കും ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് അത് ഇരിപ്പുണ്ട്. ഇങ്ങനെ തന്നെയാ തന്നത്, ഞാൻ എപ്പോഴും അത് ഓർക്കും. ഞാനത് ഇങ്ങനെ തന്നത് കൊണ്ട് അത് ഇതിന്റെ കവറിനകത്ത് ഇങ്ങനെ ഇട്ട് വെക്കും. ഇത് കണ്ടോ ഇട്ട് വെച്ചോ. പിന്നെ ദേ വീറ്റ് പേള അല്ലേ? അതെ, ഇത് തന്നത് ഇവിടുത്തെ അമ്മച്ചിയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ ഹൈദരാബാദിൽ അവരുടെ മോൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർ രണ്ടുപേരും ലാലിച്ചാച്ചനും സൻ ചേച്ചിയും കൂടെ പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ നിനക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നതാ ഹൈദരാബാദിൽ. എന്തേ അവര് മറന്നുപോയിട്ടുണ്ടാവും. പക്ഷെ ഞാനത് വളരെ സൂക്ഷിച്ചു എന്റെ കയ്യിലാ തന്നത്. അത് എവിടെയാ നീ വെച്ചിരുന്ന? ഷെൽഫില് ഒരു പെട്ടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കോർത്ത് കിട്ടണത് കൊണ്ടാട്ടോ ഇച്ചിരി അതിന്റെ അവിടെ അങ്ങനെ നിക്കണത് അല്ല, ഞാൻ പറഞ്ഞതാ. ഗോതമ്പ് ഇതും ഒരുപാട് വർഷങ്ങളായി, നീ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ്. ഇത് മിനിമം ഒരു 20 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഇത് കൊണ്ടുവന്നിട്ട്, മിനിമം. ഞാൻ ഉദ്ദേശം പറയണതാട്ടോ. ഇത് ഇവിടെ സൂക്ഷിച്ച് ഡപ്പയിലിട്ട് വെച്ചിരുന്ന കേട്ടോ. ഇതിലിങ്ങനെ ടങ്കീസ് കോർത്ത് വെച്ചത് ഇങ്ങനെ ഇതിന്റെ ഇങ്ങനത്തെ ഇതാ ബാക്കിലുള്ളത്. മറ്റേതിൻ്റെയൊക്കെ വേറെ കൊളുത്തുകളാണ്. എത്രയായാലും അതൊക്കെ ഒരു ഓർമ്മയാണ്. പിന്നെ അവർ ചിലപ്പോൾ മറന്നുപോയി കാണും. വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പറയാൻ കാര്യം വിളിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതൊരു മാല. അടുത്തതാ, അടുത്തത് പറഞ്ഞു. ഇത് ജിസാൻഡി തന്നെ അവിടെ നിന്ന് പോന്നതിന് മുമ്പ് ഗിഫ്റ്റായിട്ട് തന്നതാണ്. ഇവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്താൽ, പക്ഷേ ഞാനതിൽ മുത്തൊക്കെ കോർത്തിടിപ്പിച്ച് ദേ കുഞ്ഞ് പെൻഡൻ്റ് ഒക്കെ ഇട്ടാണ് ഞാൻ, ഇത് നിങ്ങളെ സ്ഥിരം വീഡിയോ കാണുന്നതാണ്. പെൻഡൻ്റ് ഒക്കെ ഇട്ടാണ് ഞാൻ നടക്കണത്. ഞാൻ ഓർഡിനറി നടക്കുമ്പോൾ കമ്മലൊന്നും മാറാറില്ല. ചിലപ്പോൾ പുറത്ത് പോകുമ്പോൾ അതിൻ്റെ തന്നെ ഗാർണറ്റിൻ്റെ കമ്മൽ, ഇത് ഞാൻ മേടിച്ച കമ്മലാട്ടോ. ഞാനിത് കോളേജ് കാലഘട്ടത്തിൽ കോലഞ്ചേരിയിൽ പഠിക്കുമ്പോൾ അവിടെ ഖാദിന്ന് മേടിച്ച കമ്മല. ദേ കണ്ടോ, അന്ന് എനിക്ക് ഇതിന്റെ മാലയൊന്നുമില്ല. ജിസാൻറ്റി ഈ മാല ഗിഫ്റ്റായിട്ട് തന്നപ്പോൾ ഞാൻ ഓർത്തു, ഹേ എൻ്റെ ഇങ്ങനെ ഒരു കമ്മൽ ഇണ്ടേ, അതിന്റെ തണ്ടിന്റെ ഇവിടെ കണ്ടോ കളറൊക്കെ ചേഞ്ചായി. ദേ മുത്ത് കാണിക്കാം. ഇത് ഇങ്ങനെ വെക്കാമല്ലോ, ദേ ഇങ്ങനെ കയ്യിൽ വെച്ചോ. ഇതാണ് അതിന്റെ മുത്ത്. ആ മുത്തും പക്ഷെ മാലയുടെ മുത്തും വ്യത്യാസമുണ്ട് കേട്ടോ. വ്യത്യാസമുണ്ട്. ഇത് ഈ മാലയായിട്ട് കൊണ്ടുവന്ന് തന്നാണ്. ഞാനതിൽ അതൊക്കെ പൊട്ടിച്ചെടുത്തേച്ച് മുത്തുകൾ ഇട്ടേച്ച് പെൻഡൻറ്റും അടിയിലിട്ടേച്ച് കോർത്ത് കെട്ടി വെച്ചേക്കണം കേട്ടോ. ഇത്രയും ഇറക്കമില്ലായിരുന്നു. ഞാൻ ഈ മുത്തുകൾ കോർത്തിടുമ്പോൾ ഇറക്കം വരുമല്ലോ, അങ്ങനെ കോർത്തിട്ടേക്കണം. അത് ഞാൻ എൻ്റെ കലാവിരുതാട്ടോ. ഇതിലാ ഗാർണറ്റ് ശരിക്കും സ്റ്റോൺ ആണല്ലേ? ആ സ്റ്റോണാ ശരിക്കും. ഗാർണറ്റ് എനിക്ക് വളരെ ഇഷ്ടമാണ്. നല്ല ഒരു മാലയത്, ഒരു വൈൻ റെഡ് കളറില്. നിനക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഈ മുത്തുകളും പെണ്ണിന്റെ മാറ്റി വെച്ച് തരാം, അല്ലെങ്കിൽ അത് ഇങ്ങനെ നീ ഇടൂലല്ലോ. ഇതൊക്കെ അമ്മയുടെ സ്റ്റൈലാ. ഓൾഡ്. അതെ, ഓൾഡ് സ്റ്റൈൽ. ഇതും ഈ പേളിന്റെ പ്രായമുണ്ട്. 15 അല്ല, അതിൽ കൂടുതലുണ്ട്. 18 കൊല്ലം ഉദ്ദേശം കേട്ടോ കണക്കാക്കണത്. അപ്പം അതിന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കാലഘട്ടത്തിലുള്ള ഈ കമ്മൽ ഞാൻ ഇടയ്ക്കൊക്കെ എടുത്തിടാറുണ്ട് ഇതിൻ്റെ ഒപ്പം. എപ്പോഴും അങ്ങനെ ഇടാറില്ല കേട്ടോ. പിന്നെ അടുത്തത് ഇത് ഇവിടെ മേടിച്ച കേട്ടോ, അപ്പം മേടിച്ച മാലയാണ്. ഇത് എനിക്ക് 2 or 3 വയസ്സുള്ളപ്പോൾ മേടിച്ചതാണ് ഈ മാല. ഇത് അപ്പം മേടിച്ചതാ? അതെ, അപ്പം മേടിച്ചതാ. ഇത് ഇതിൻ്റെ കോറൽ മാലയാണ്. ഇതിൻ്റെ ഇങ്ങനെ ഇട്ടുകൊണ്ടൊക്കെ നടന്നു കഴിഞ്ഞത് ഇവിടെ 2 ഇങ്ങനത്തെയുള്ള കല്ലിൽ 2 കല്ലി ഒട്ടിച്ചു വെച്ചിരുന്ന കല്ല. അത് 2 ഈ പശയൊക്കെ പോയി കല്ല് വിട്ടു പോകുന്നതാണ്. പിന്നെ ഞാനിപ്പോൾ അത് യൂസ് ചെയ്യാത്തതുകൊണ്ട്, അങ്ങനെ ഇതധികം ഉപയോഗിക്കാത്തത് കൊണ്ട് അത് തട്ടാൻ്റെ എവിടെയെങ്കിലും കൊണ്ടേ ഒട്ടിക്കണത്. അന്നേരം വർഷം കുറേ ആയി. പക്ഷെ നമ്മളത് സൂക്ഷിക്കണമല്ലോ, ഇപ്പോഴും ഭംഗിയായിട്ട് സൂക്ഷിക്കണം. ഇങ്ങനെ അറ്റത്ത് കുളത്തുമായിട്ട്. കമ്മല് സെപ്പറേറ്റ് ആട്ടോ. കമ്മല് കൊറലിൻ്റെ തന്നെ കമ്മലാണ്. ഇച്ചിരി കളർ അതിന് എന്തോ ഒരു പഴക്കം കൊണ്ടാണ് എന്താണെന്ന് എനിക്കറിയില്ല. ഇച്ചിരി കളർ അതിൻ്റെ ഒറിജിനാലിറ്റി കളർ അല്ല. മേടിച്ചപ്പോൾ പക്ഷെ നല്ല കളറായിരുന്നു അതിൻ്റെ. ഇപ്പോൾ അത്രയും കളർ ഇല്ല അതിന്. അതെ, അതിന്റെ കളർ പോയിട്ടുണ്ട്. പക്ഷെ നല്ലൊരു പാറ്റേൺ ആയിരുന്നു. അതെ, എനിക്ക് തോന്നുന്നു ഇത് ഒറിജിനൽ ഇതല്ലാണെന്നോ സംശയമുണ്ട്. മാലയുടെ ഇതിനൊരു കുഴപ്പമില്ല ഇപ്പോഴും. അത് കാരണം അതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഈ പാറ്റേൺ നല്ല ഭംഗിയുണ്ട് കമ്മൽ, അത് നല്ലതാ. പക്ഷെ മാല അതിലും ഭംഗിയായിട്ടിരിപ്പുണ്ട് കളറേ. അതെ അതെ, കൊറേ വർഷങ്ങൾ കഴിയുമ്പോ അറിയാം ഇതൊക്കെ ഒറിജിനൽ ആണോ ഇല്ലയോന്നൊക്കെ. കാരണം നല്ല സാധനങ്ങളുടെ കളറ് ഒരിക്കലും പോവില്ല. ഇപ്പൊ ഇതൊക്കെ കണ്ടോ പേളുകള്. അതെ, ഒരു കുഴപ്പമില്ലാതിരിക്കുന്നു. അപ്പൊ ഇത് അടുത്തത് മകൾ എനിക്ക് ഗിഫ്റ്റ് തന്ന 2 മാല. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്കിലും ഇതിന്റെ ഒപ്പം ഒന്നോടെ കാണിക്കാം. ചില സമയങ്ങളിൽ ഇവളില്ലാത്തപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാട്ടോ നിങ്ങൾ ഇതൊന്നും കാണാത്തത്. ഇതൊക്കെ ഇട്ട് ഞാൻ പുറത്ത് പോകാറുണ്ട്.
ഇപ്പൊ പ്രത്യേകിച്ചും മറ്റേ മാലകളിൽ നമുക്ക് മോചനായി. പിന്നെ കരിമണി മാല ഇട്ട് പോകാറുണ്ട് കേട്ടോ, കറുത്ത മുത്തിന്റെ മാല ഇട്ട് പോകാറുണ്ട്. സാൻസ്റ്റോണിന്റെ മാല ഞാൻ വെച്ച് കാണിക്കാൻ വേണമെങ്കിൽ ഞാൻ ഇട്ട് കണ്ടിട്ടുണ്ട്. പലതവണ കണ്ടിട്ടുണ്ട്. നല്ല മാല, നല്ല മാലയാ, വെരി ബ്യൂട്ടിഫുൾ മാല. കണ്ടോ, സാൻസ്റ്റോൺ നല്ല തിളക്കമൊക്കെ നല്ല മാല. അതിൽ കെട്ടിയിരിക്കുന്നത് നല്ല രസം. അത് ശരിയാ, നീ കെട്ടിച്ചതല്ലേ അത്? അല്ല അങ്ങനെ കിടന്നതാണോ? ആണോ? മറ്റേ ടൈപ്പ് പോലെ ഇറക്കം നീ ഇച്ചിരി വെപ്പിച്ചു, ഗാർണറ്റിന്റെ പോലത്തെ അങ്ങനെയല്ല. അല്ല ഇടയ്ക്കിടയ്ക്ക് ഓരോരോ കളർ മുത്തുകളാണ്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി അതിന്റെ വള 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 ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതൊരു നല്ല വളയാ. പക്ഷെ അന്നേരം ഒരു മോഡൽ വളയെ ഇങ്ങനത്തെ കണ്ടുള്ളൂ. ഞാൻ ചെല്ലുമ്പോ ഉണ്ടെങ്കിൽ മേടിക്കും. വേണ്ട എനിക്ക് 2 വള ഞാൻ യൂസ് ചെയ്യില്ല. കാശ് വെറുതെ കളയണ്ട. കാരണം ഞാൻ ഒരു കയ്യിൽ എപ്പോഴും വാച്ച് കെട്ടും. എനിക്ക് ടൈം മൊബൈലിൽ നോക്കാൻ ഇഷ്ടമില്ല. പണ്ട് മുതലേ വാച്ച് കെട്ടി ശീലിച്ചുകൊണ്ട് എനിക്ക് സമയം നോക്കാൻ പുറത്തു പോകുമ്പോ വാച്ച് അല്ല, ഇത് ബോർഡറിൽ ഇട്ടട്ടെ, നടുക്ക് വേറെ പ്ലെയിൻ വള വേണ്ട. അങ്ങനെയൊന്നും ആഘോഷമായിട്ട് നടുക്കേ മറ്റു പ്ലെയിൻ വള ഇടുന്ന കാലാണോ ഇപ്പൊ? എന്നാലെന്നാ പറ്റൂല. മറ്റേ പ്ലെയിൻ വളയൊന്നും ഞാൻ ഇടൂന്ന് ഉദ്ദേശിക്കണ്ട. കുപ്പിവളകളൊന്നും ഞാൻ ഇടൂല, കാലം കഴിഞ്ഞെന്റെ. അല്ല, കുപ്പിവളകളുടെ കൂടെ ഇതിട്ടാ ഭംഗി ഉണ്ടാവൂല. സ്വർണ്ണവള ഇടാൻ പറ്റൂല്ലോ ഇപ്പൊ. അങ്ങനെ അത് പറ്റില്ല. ഉണ്ടെന്ന് പറയുമല്ലേ കാര്യമുള്ളൂ, വിടാൻ നിവൃത്തിയില്ല. അങ്ങനത്തെ കാലായി ഇപ്പൊ. അതിന്റെ കമ്മലും ഉണ്ട്. കമ്മലുണ്ട്, കാണിക്കല്ല. എനിക്ക് സാൻസ്റ്റോണിനോട് ഒരു പ്രത്യേക താല്പര്യ. പിന്നെ ഗാർണറ്റും ഇഷ്ടാട്ടോ. ഗാർണറ്റ് ഇന്നാള് ഞാനൊരു ഇതുപോലെ ജ്വല്ലറി ഷോപ്പിൽ കയറിയപ്പോ നല്ല ഭംഗിയുള്ള ഗാർണറ്റിന്റെ പിരിഞ്ഞ് കിടക്കും. നല്ലതാ, നല്ല ഭംഗിയത്. അതെന്താ വെച്ചാ അതിന് അന്ന് 600-700 അങ്ങാണ്ടാ പറഞ്ഞേ. പക്ഷെ നല്ല രസം, നല്ല കട്ടിയായിട്ട് എനിക്ക് പിരിഞ്ഞ് ഒത്തിരി പേര് ഇടാറുണ്ട് അങ്ങനെ. നല്ല ഭംഗിയുണ്ടായിരുന്നത്. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു അത് കണ്ടപ്പോ. ഇതാ അതിന്റെ കമ്മല്. അതാ ഗാർണറ്റിന്റെ കമ്മല് പോലെ തന്നെ. ഇനി ഒന്നുകൂടി പോണം. എനിക്ക് ഈ മോഡൽ ഒരു കമ്മൽ എനിക്ക് വേണം. എന്റെ മേടിച്ചില്ല അല്ലേ? അന്ന് മേടിച്ചില്ല. എനിക്ക് ഞാൻ മേടിച്ചില്ലായിരുന്നു. മാല അന്ന് മേടിച്ചോളൂ. അതെ. അപ്പൊ അതിന് പറ്റിയ ഒരു കമ്മല് കൊറേ തപ്പിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. സാൻസ്റ്റോണിന്റെ ഒരു കമ്മല് ഞാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് അങ്ങനെ പ്രോമിനന്റ് കമ്മല്, ഒരു മുത്ത്, പക്ഷെ അത് വലിയ മുത്തായിരിക്കും. അങ്ങനത്തെ റൗണ്ടുകള് തന്നില്ലേ സ്വർണം കെട്ടിക്കാൻ, അതേ ഷേപ്പിലുള്ള ഒറ്റ വലിയ മുത്ത്. അങ്ങനെയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ കിട്ടുന്ന വരെ ഞാൻ തേടും. ഞാൻ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. അല്ലേ? മനസ്സിൽ ഉദ്ദേശിക്കുന്നത് കിട്ടുന്നത് വരെ ഞാൻ അന്വേഷിപ്പിൻ കണ്ടെത്തുന്നല്ലേ? അതെ. പക്ഷെ എനിക്ക് എല്ലാം കണ്ടെത്താറുമുണ്ട്. ഞാൻ കണ്ടെത്തണമല്ലോ. കണ്ടെത്തിയാലല്ലേ ജീവിതം ശരിയാവുള്ളൂ. അതെ. ഇനി വേറെ ഒരെണ്ണം അവള് തന്നെ ഗിഫ്റ്റ് തന്നത്. ഇതും അമ്മയ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടുമെന്ന് കരുതി ഞാൻ വളരെയേറെ ആഗ്രഹിച്ച് മേടിച്ചതാണ്. കോറലാണ് അതിന്റെ ആ ഇടയ്ക്കുള്ള മുത്തുകൾ കണ്ടോ? അത് നല്ലതാ, നല്ല ഭംഗിയുണ്ട്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പീസ്. ഇത് അമ്മ അങ്ങനെ ഇട്ട് കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. ഇട്ടില്ല. ഇതിനിപ്പോ ഈ കമ്മലിട്ട ഇച്ചിരി കളർ ചേഞ്ച് വന്ന ഇപ്പൊ ഇതിനൊരു കമ്മല് മേടിക്കണം. ഒറ്റമുത്തായാലും കുഴപ്പമില്ല. അവിടെ ഒന്ന് പോയി നോക്കൂ കേട്ടോ. ഞാൻ നോക്കാം. എവിടെന്നാ മേടിച്ചത്? ഇത് ഞാൻ കൊല്ലം സുപ്രീമിന്നാ മേടിച്ചത്. ഒന്ന് പോയി നോക്കുക. അപ്പൊ മുത്തുണ്ടെങ്കിൽ നല്ലതാ. കാരണം എനിക്ക് ഒന്ന് പോവാനിരിക്കുക ഞാൻ ഈ സാൻസ്റ്റോണിന്റെ കമ്മലൊരെണ്ണം നോക്കാൻ. ഇപ്പൊ കോറലിന്റെ ഒത്തിരി വലുത് വേണ്ട, ഒറ്റ മുത്തായാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ 2-3 മുത്തുകൾ ചേർന്നതായാലും കുഴപ്പമില്ല. കെട്ടിത്തരുമെങ്കിൽ മേടിച്ചോടന്ന്. അപ്പയപ്പ ചിലപ്പോ കെട്ടി തന്നെ ഉണ്ടല്ലോ ആ കമ്മൽ. അവിടെ റെഡിമെയ്ഡ് ആയിട്ട് ഇരിപ്പുണ്ടല്ലേ? എന്നാ ഇരിപ്പുണ്ട് അവിടെ. ചെല്ലുമ്പോ നോക്കാം. നോക്കിക്കോ. അപ്പൊ ഇതാണ്. ഇത് ഞാൻ അങ്ങനെ അധികം ഇട്ടില്ല. ഒരു ദിവസം വീഡിയോ ചെയ്യുമ്പോ നമുക്ക് ഇടാം. ഈ വെച്ചിട്ടുള്ള മാലകളിൽ വെച്ച എല്ലാം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? എനിക്ക് ഇഷ്ടപ്പെട്ടതാ, ഏറ്റവും ഇഷ്ടപ്പെട്ടത് റൗണ്ട് വിള. അതെന്താ പോലും അങ്ങനെ? അതെനിക്ക് ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടം സാൻസ്റ്റോൺ. പിന്നെ എനിക്ക് ഇഷ്ടം ഈ പിള. അത് കൂടിയതാ. കൂടിയതും പറ്റിയാ ഇഷ്ടം. അതറിയാലോ, കൂടിയത് എന്നാന്നുള്ളത് അറിയാലോ. നമ്മൾ അറിഞ്ഞാ മതി അതാ. പിന്നെ കോറല് അങ്ങനെയാ. റൗണ്ട് വേള ഏറ്റവും ഇഷ്ടം. സാൻസ്റ്റോണും ഇഷ്ടാട്ടോ. നല്ല പാറ്റേൺ അത്. അപ്പൊ പേടിക്കാതെ നമുക്ക് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ ധരിക്കുക. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതാ. പിന്നെ
പലർക്കും പല അഭിപ്രായങ്ങളാണ്. 100 പേരുണ്ടെങ്കിൽ 100 അഭിപ്രായം ഉണ്ടാവും. അതൊക്കെ അവരുടെ ഇഷ്ടം അല്ലേ. അപ്പൊ എത്ര സൂക്ഷിച്ചാലും കൊണ്ടുപോകാനുള്ളത് കൊണ്ടുപോകും. പിന്നെ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ഗോൾഡ് ഒരു ആഭരണമാക്കി മാക്സിമം കൺസിഡർ ചെയ്യാതിരിക്കുക. കാരണം ആഭരണത്തിന് നമുക്ക് വേറെ ഇഷ്ടം പോലെ ഇമിറ്റേഷൻ ജ്വല്ലറീസ് ഉണ്ടല്ലോ, ട്രെൻഡിനനുസരിച്ച് മാറി മാറി ഇടാം. ഗോൾഡ് എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കരുതാൻ നല്ലതാണ്. പക്ഷെ ആഭരണമാക്കി കഴിയുന്നതും കുറയ്ക്കുക. അപ്പൊ അതിന്റെ വിലയും കുറയും. ഒരുപാട് സ്വർണം കൊടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റും നമ്മള് പതുക്കെ അവസാനിപ്പിക്കുക. പക്ഷെ അത് നിന്റെ അഭിപ്രായം. അതെ, പറഞ്ഞതൊക്കെ ശരിയാ, സത്യം, ഞാനും സമ്മതിച്ചു. എനിക്ക് പക്ഷെ ഇട്ടുകൊണ്ട് നടക്കാൻ വലിയ ഇഷ്ടമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, ഒരു പ്രയോജനമില്ല. ബാങ്കില് റെന്റ് കൊടുത്തോണ്ടിരിക്കുക, ലോക്കർ റെന്റ് കൊടുത്തുകൊണ്ടിരിക്കുക. 1000 സംതിങ് ആയി റെന്റ് ഒരു വർഷത്തേക്ക്. ലോക്കർ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോ എങ്ങാണ്ട് 150-200 രൂപയായിരുന്നു. ഇപ്പൊ ഇത്രയും റേറ്റ് ആയി. അത് അക്കൗണ്ടിൽ നിന്ന് അങ്ങനെ ഇതായി പോവല്ലേ. അപ്പൊ ലോക്കർ റെന്റ് എന്ന് പറഞ്ഞ് പാസ്ബുക്ക് ഇടയ്ക്ക് പതിക്കാൻ പോകുമ്പോൾ അങ്ങനെ പതിച്ചു തരും. പക്ഷെ ബാക്കി എല്ലാ സംഗതികളും അങ്ങനെ ഇരിക്കുവാണ്. സേഫ് ആയിട്ട് അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞതാ. അപ്പൊ എനിക്കിപ്പോഴും ഇടാനും ഇഷ്ടമാണ്. പക്ഷെ കാലം മാറിയതുകൊണ്ട് ഇടാൻ വൃത്തിയില്ല, പുറത്തു പോയേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആയിട്ട് തന്നെ അതിന്റെ ഡിമാൻഡ് കുറയ്ക്കാൻ നോക്കുക. ഡിമാൻഡ് കുറഞ്ഞു കഴിയുമ്പോൾ പ്രൈസും കുറെയൊക്കെ കുറയും, വ്യത്യാസം വരും അല്ലേ. പിന്നെ ഇത്ര പവൻ സ്വർണം കൊടുക്കുക എന്നുള്ള കോൺസെപ്റ്റ് പണ്ടേ നിർത്തലാക്കേണ്ടിയിരിക്കുന്നു. അതിന് പകരം ഒരു വീട് വെച്ച് നൽകുവാണെങ്കിൽ എത്ര ബെനിഫിറ്റ് ഉണ്ട്. അത് ശരിയാ അല്ലേ? അല്ലെങ്കിൽ കുറച്ച് സ്ഥലം നൽകുകയാണെന്നുണ്ടെങ്കിൽ എത്ര ബെനിഫിറ്റ് ഉണ്ട്. ശരിയാ, അവർക്ക് വീട് ഉണ്ടാക്കും, എന്തെങ്കിലും ചെയ്യാലോ. അതെ, അങ്ങനെയുള്ള അവരുടെ കഴിവനുസരിച്ചുള്ള സംഗതി അവർക്ക് കൊടുക്കുക. ഇപ്പൊ എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കും. അപ്പൊ ഗോൾഡിന്റെ ഇതിന് തുല്യമായിട്ടുള്ള സംഗതി എന്തെങ്കിലും ചെയ്യുക. അതെ, അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ആഭരണം എനിക്ക് ഇത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഇല്ല. ശരിയാ, ഒരു മുതലാന്ന് പറയാം. അത്രേ ഉള്ളൂ. ബാങ്കുകാർക്ക് സൂക്ഷിച്ചവിടെ ഇരിക്കും അല്ലേ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ കളക്ഷൻ. ഒരുപാടൊന്നുമില്ല. ഞാൻ പറയാറുണ്ട്, ഒരുപാടൊന്നുള്ള ഒരാളല്ല ഞാൻ. അങ്ങനെ ഇട്ടത് കാണിച്ചുകൊണ്ട് നടക്കണ ഒരാളുമല്ല. നിങ്ങൾക്ക് ഇതിനോടകം പഴയ സബ്സ്ക്രൈബേഴ്സിന് അത് അറിയാം. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ ഉപയോഗിക്കുന്ന സംഗതികൾ. പിന്നെ ഇതാണ് സ്ഥിരം ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ഞാൻ മുളന്തുരുത്തി ഷൈനിൽ പോകുമ്പോൾ ഇത് ഇട്ടുകൊണ്ട് പോകും. നല്ല 2-3 പ്രാവശ്യം ഇതിട്ടുകൊണ്ടാണ് പോയത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പറയണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മെൻഷൻ ചെയ്യുക അല്ലേ. ഇപ്പൊ ഓരോരുത്തർക്കും ഒരു അഭിപ്രായം, ഗോൾഡിനെ പറ്റിയുള്ള നിങ്ങളുടെ ചിന്താഗതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറയാം. ചിലപ്പോ നല്ല അഭിപ്രായങ്ങൾ വരുമ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കുന്ന ചിന്തകൾക്ക് വിധേയമാകുന്ന ചില അഭിപ്രായങ്ങൾ ചിലപ്പോൾ വന്നിരിക്കാം. അപ്പൊ അതൊക്കെ വളരെ നല്ല ഒരു കാര്യമാണ്. അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ. ബൈ ബൈ. നാളെ കാണാം.